സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിൽ 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷം വാർഷിക പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ലഭിക്കാത്ത കുട്ടികൾക്കുള്ള പഠന പിന്തുണാ പരിപാടി ഏപ്രിൽ മാസം 20 ആരംഭിച്ച് 27 പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെ ഉയർന്ന അന്തരീക്ഷ താപനില ഉള്ളതിനാൽ പഠന പിന്തുണാ ക്ലാസുകൾ രാവിലെ 7:30 മുതൽ 10:30 വരെയാണ് പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. ഈ സമയത്ത് എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും ഉറപ്പാക്കിയാണ് ക്ലാസുകൾ നടത്തിയിരുന്നത്. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളായ പാലക്കാട്, കൊല്ലം എന്നീ ജില്ലകളിൽ ഓൺലൈൻ ക്ലാസുകളാണ് നടത്തിയത്. പഠന പിന്തുണയുടെ അടിസ്ഥാനത്തിലുള്ള പുനർമൂല്യനിർണ്ണയം ഏപ്രിൽ മാസം 28, 29, 30 തീയതികളിൽ നടത്തും. മെയ് 2 പ്രൊമോഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് സംസ്ഥാന സിലബസിലുള്ള അൺഎയ്ഡഡ് പ്രൈമറി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മധ്യവേനൽ അവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ നടത്തരുതെന്ന നിർദ്ദേശം കർശനമായി പാലിക്കേണ്ടതാണ്. 2025-26 അധ്യയന വർഷം 5 മുതൽ 9 വരെ ക്ലാസുകൾ നടപ്പിലാക്കിയ അധിക പഠന പിന്തുണയുടെ അടിസ്ഥാനത്തിലുള്ള പുനർമൂല്യനിർണ്ണയം സംബന്ധിച്ച് ചുവടെ പറയുന്ന തുടർ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. പഠന പിന്തുണ ക്ലാസുകളുടെ ഭാഗമായുള്ള വിലയിരുത്തൽ പരീക്ഷയുടെ സ്കോറും സമയവും ആകെ സ്കോറിൻ്റെയും സമയത്തിൻ്റെയും പകുതിയായി നിജപ്പെടുത്താവുന്നതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ചോദ്യപേപ്പറുകളിൽ ആവശ്യമായ അനുരൂപീകരണം വിദ്യാലയ തലത്തിൽ വരുത്തി പുനഃപരീക്ഷ നടത്താവുന്നതാണ്. കന്നഡ, തമിഴ് മീഡിയം ചോദ്യപേപ്പർ സ്കൂൾ തലത്തിൽ തയ്യാറാക്കേണ്ടതാണ്. അധ്യാപകർ അവരുടെ വിഷയത്തിൽ നൽകിയ പഠന പിന്തുണയ്ക്ക് അനുസൃതമായി ചോദ്യപേപ്പറുകളിൽ അനുരൂപീകരണം നടത്തേണ്ടതാണ്. ഉഷ്ണതരംഗം മൂലം പഠന പിന്തുണ ക്ലാസുകൾ നൽകാൻ കഴിയാത്ത ജില്ലകളിൽ പിന്തുടർന്ന രീതി അനുസരിച്ച് പ്രൊമോഷൻ നൽകേണ്ടതും സ്കൂൾ തുറന്നതിന് ശേഷം ആവശ്യമായ ബ്രിഡ്ജിംഗ് നൽകേണ്ടതുമാണ്. വിദ്യാർത്ഥികളുടെ പുനഃപരീക്ഷാ സ്കോറുകൾ സമ്പൂർണ്ണ പ്ലസിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. പുനഃപരീക്ഷയും ഉത്തരക്കടലാസിന്റെ മൂല്യനിർണ്ണയം കൃത്യതയോടെ സമയബന്ധിതമായി എല്ലാ വിദ്യാലയങ്ങളും പൂർത്തീകരിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. വാർഷിക പുനർമൂല്യനിർണ്ണയം സമയവിവര പട്ടിക UPHS ഏപ്രിൽ മാസം 28 ക്ലാസ് 5 മലയാളം, അറബിക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ക്ലാസ് 6 28 തീയതി മലയാളം, അറബിക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ക്ലാസ് 7 മലയാളം, അറബിക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ക്ലാസ് 8 ഒന്നാം ഭാഷ പേപ്പർ 1 ഇംഗ്ലീഷ്, ഹിന്ദി. ക്ലാസ് 9 ഒന്നാം ഭാഷ പേപ്പർ 1 ഇംഗ്ലീഷ്, ഹിന്ദി. ഒന്നാം ഭാഷ പേപ്പർ 2. ഏപ്രിൽ മാസം 29 തീയതി ക്ലാസ് 5 ഗണിതം, അടിസ്ഥാന ശാസ്ത്രം. ക്ലാസ് 6 ഗണിതം, അടിസ്ഥാന ശാസ്ത്രം. ക്ലാസ് 7 ഗണിതം, അടിസ്ഥാന ശാസ്ത്രം. ക്ലാസ് 8 ഗണിതം, അടിസ്ഥാന ശാസ്ത്രം. ക്ലാസ് 9 ഗണിതം, കെമിസ്ട്രി, ബയോളജി. ഏപ്രിൽ മാസം 30 തീയതി ക്ലാസ് 5 സാമൂഹ്യശാസ്ത്രം, മലയാളം. ക്ലാസ് 6 സാമൂഹ്യശാസ്ത്രം, മലയാളം. ക്ലാസ് 7 സാമൂഹ്യശാസ്ത്രം, മലയാളം. ക്ലാസ് 8 സാമൂഹ്യശാസ്ത്രം ഒന്നാം ഭാഷാ പേപ്പർ. ക്ലാസ് 9 സാമൂഹ്യശാസ്ത്രം, ഫിസിക്സ്. മെയ് 15 SSLC പരീക്ഷാഫലം. SSLC പരീക്ഷാഫലം കഴിഞ്ഞാൽ ഉടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കും. മെയ് അവസാനത്തോടുകൂടി അതിൻ്റെ ഫലവും പ്രസിദ്ധീകരിക്കും.
ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ SSLC സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ആരംഭിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം മെയ് 22. രണ്ടാം വർഷ ഇംപ്രൂവ്മെന്റ് ഫലം മെയ് 8-നും ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കും. രണ്ടാം വർഷ ഇംപ്രൂവ്മെന്റ് ഫലം മെയ് 8-നും ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കും. നമ്മുടെ പരീക്ഷാ ഡ്യൂട്ടികളിൽ വളരെ ഗുരുതരമായിട്ടുള്ള അസുഖമൊക്കെ ബാധിച്ചിട്ടുള്ള അധ്യാപകർക്ക് യാത്ര ചെയ്യാനൊക്കെ അസൗകര്യം ഉണ്ടെങ്കിൽ അവരെ മാത്രം ഒഴിവാക്കുക എന്ന നിലപാടെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ ഇത്രയധികം പേപ്പറുകൾ നോക്കി തീർന്ന് കൃത്യസമയത്ത് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ. തൻ്റെ അധ്യാപക ജോലിയുടെ ഭാഗമാണ് പരീക്ഷാ പേപ്പർ നോക്കുന്ന ജോലി എന്ന് പറയുന്നത്. പിന്നെ ഓരോ പേപ്പറിനും മൂല്യനിർണ്ണയത്തിന് നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്നുമുണ്ട്, നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്നുണ്ട്. എന്നാൽ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ പല കാരണങ്ങൾ പറഞ്ഞ് പങ്കെടുക്കാത്ത 2000-ലധികം വരുന്ന അധ്യാപകരുണ്ട്. ഇത് ഒരു അക്കാഡമിക് സ്പിരിറ്റ് ഇല്ല എന്നുള്ളതാണ്. അക്കാഡമിക്കായിട്ട് നമുക്കിത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അത് പിന്നെ കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതായി വരും.